ശാന്തി 26/1/25. പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 15/12/2003 മധുബൻ. പ്രത്യക്ഷതയ്ക്ക് വേണ്ടി സാധാരണത്വത്തെ അലൗകികതയിലേക്ക് പരിവർത്തനപ്പെടുത്തി ദർശനീയ മൂർത്തിയാകൂ. ഇന്ന് ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുമുള്ള ബ്രാഹ്മണ കുട്ടികളുടെ മസ്തക മധ്യത്തിൽ ഭാഗ്യത്തിൻ്റെ 3 നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ശ്രേഷ്ഠ ഭാഗ്യമാണ്! എത്ര സഹജമായാണ് പ്രാപ്തമായത്! ഒന്നാണ് അലൗകിക ശ്രേഷ്ഠ ജന്മത്തിൻ്റെ ഭാഗ്യം. രണ്ടാമത്തേതാണ് ശ്രേഷ്ഠ സംബന്ധത്തിൻ്റെ ഭാഗ്യം. മൂന്നാമത്തേതാണ് സർവപ്രാപ്തികളുടെയും ഭാഗ്യം. 3 ഭാഗ്യത്തിൻ്റെയും തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കണ്ട് ബാബ്ദാദയും ഹർഷിതമായിക്കൊണ്ടിരിക്കുന്നു. ജന്മത്തിൻ്റെ ഭാഗ്യം നോക്കൂ. സ്വയം ഭാഗ്യവിധാതാവായ ബാബയിലൂടെയാണ് നിങ്ങളേവരുടെയും ജന്മം. ജന്മദാതാവ് തന്നെ ഭാഗ്യവിധാതാവാണെന്നിരിക്കെ ജന്മം എത്ര അലൗകികവും ശ്രേഷ്ഠവുമാണ്! നിങ്ങൾക്കേവർക്കും തൻ്റെ ഈ ഭാഗ്യത്തിൻ്റെ ജന്മത്തിൻ്റെ ലഹരിയും സന്തോഷവുമുണ്ടല്ലോ. അതിനോടൊപ്പം സംബന്ധത്തിൻ്റെ വിശേഷത നോക്കൂ. മുഴുവൻ കൽപ്പത്തിലും ഇങ്ങനെയുള്ള സംബന്ധം മറ്റൊരു ആത്മാവിനും ഇല്ല. വിശേഷ ആത്മാക്കളായ നിങ്ങൾക്ക് മാത്രമാണ് ഒന്നിലൂടെ 3 സംബന്ധവും പ്രാപ്തമായിരിക്കുന്നത്. ഒരാൾ തന്നെ പിതാവുമാണ്, ശിക്ഷകനുമാണ്, സദ്ഗുരുവുമാണ്. ഇങ്ങനെ ഒന്നിലൂടെ 3 സംബന്ധങ്ങൾ ബ്രാഹ്മണ ആത്മാക്കൾക്കല്ലാതെ മറ്റാർക്കും ഇല്ല. അനുഭവമുണ്ടല്ലോ. പിതാവിൻ്റെ ബന്ധത്തിലൂടെ സമ്പത്തും നൽകിക്കൊണ്ടിരിക്കുന്നു, പാലനയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സമ്പത്തും നോക്കൂ, എത്ര ഉയർന്നതും അവിനാശിയുമാണ്. ലോകത്തുള്ളവർ പറയുന്നു നമ്മുടെ പരിപാലകൻ ഭഗവാനാണ്. എന്നാൽ കുട്ടികളായ നിങ്ങൾ നിശ്ചയത്തോടെയും ലഹരിയോടെയും പറയുന്നു നമ്മുടെ പരിപാലകൻ സ്വയം ഭഗവാനാണ്. ഇങ്ങനെയുള്ള പാലന, പരമാത്മാ പാലന, പരമാത്മാ സ്നേഹം, പരമാത്മാ സമ്പത്ത് ആർക്കെങ്കിലും പ്രാപ്തമാണോ? അപ്പോൾ ഒരാൾ തന്നെ പിതാവുമാണ്, പരിപാലകനുമാണ്, ശിക്ഷകനുമാണ്. ഓരോ ആത്മാവിനും ജീവിതത്തിൽ വിശേഷിച്ച് 3 സംബന്ധങ്ങൾ ആവശ്യമാണ്. എന്നാൽ 3 ബന്ധങ്ങളും വേറെ വേറെയായിരിക്കും. താങ്കൾക്ക് ഒന്നിൽ 3 ബന്ധങ്ങളുമുണ്ട്. പഠനവും നോക്കൂ, 3 കാലങ്ങളുടെ പഠനമാണ്. ത്രികാലദർശി ആകുന്നതിൻ്റെ പഠനമാണ്. പഠനത്തെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നു. പഠനത്തിലൂടെ പദവിയുടെ പ്രാപ്തി ഉണ്ടാകുന്നു. മുഴുവൻ വിശ്വത്തിലും നോക്കൂ, ഏറ്റവും ഉയർന്നതിലും ഉയർന്ന പദവിയായി രാജ്യ പദവിയാണ് പാടപ്പെട്ടിട്ടുള്ളത്. താങ്കൾക്ക് ഈ പഠനത്തിലൂടെ എന്ത് പദവിയാണ് പ്രാപ്തമാകുന്നത്? ഇപ്പോഴും രാജാവാണ്, ഭാവിയിലും രാജ്യ പദവിയുണ്ട്. ഇപ്പോൾ സ്വരാജ്യമുണ്ട്. രാജയോഗിയും സ്വരാജ്യ അധികാരിയുമാണ്. ഭാവിയിൽ രാജ്യഭാഗ്യം അവിനാശി തന്നെയാണ്. ഇതിനേക്കാൾ വലിയൊരു പദവി ഉണ്ടായിരിക്കുകയില്ല. ശിക്ഷകനിലൂടെ ശിക്ഷണവും ത്രികാലദർശിയുടേതാണ്. പദവിയും ദൈവിക രാജ്യ പദവിയാണ്. ഇങ്ങനെയുള്ള ശിക്ഷകന്റെ സംബന്ധം ബ്രാഹ്മണ ജീവിതത്തിലല്ലാതെ മറ്റാർക്കും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുക സാധ്യവുമല്ല. അതിനോടൊപ്പം സദ്ഗുരുവിൻ്റെ സംബന്ധം, സദ്ഗുരുവിലൂടെ ശ്രീമത്. ആ ശ്രീമത്തിൻ്റെ മഹിമ ഇന്നും ഭക്തിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. താങ്കൾ നിശ്ചയത്തോടെ പറയുന്നു നമ്മുടെ ഓരോ ചുവടും ചലിക്കുന്നത് എന്തിൻ്റെ ആധാരത്തിലാണ്? ശ്രീമത്തിൻ്റെ ആധാരത്തിലാണ് ഓരോ ചുവടും ചലിക്കുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യൂ, ഓരോ ചുവടും ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നുണ്ടോ? ഭാഗ്യം പ്രാപ്തമാണ്. എന്നാൽ ഭാഗ്യത്തിൻ്റെ പ്രാപ്തിയുടെ അനുഭവം ജീവിതത്തിൽ ഉണ്ടോ? ഓരോ ചുവടും ശ്രീമത്ത് അനുസരിച്ചാണോ?
അതോ ഇടയ്ക്കിടയ്ക്ക് മന്മത്തോ പരമത്തോ മിക്സ് ആകുന്നില്ലല്ലോ. ഇതിൻ്റെ തിരിച്ചറിവാണ്. അഥവാ ചുവട് ശ്രീമത്ത് അനുസരിച്ചാണെങ്കിൽ ഓരോ ചുവടിലും പദമങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ശേഖരണം അനുഭവപ്പെടും. ചുവടുകൾ ശ്രീമത്ത് അനുസരിച്ചാണെങ്കിൽ സഹജമായി സഫലത ഉണ്ടായിരിക്കും. അതിനോടൊപ്പം സദ്ഗുരുവിലൂടെ വരദാനങ്ങളുടെ ഖനി പ്രാപ്തമായിരിക്കും. വരദാനം ഉണ്ടായിരിക്കുന്നുവോ എന്നതിൻ്റെ തിരിച്ചറിവ് ഇതാണ്. എവിടെ വരദാനം ഉണ്ടായിരിക്കുമോ അവിടെ പ്രയത്നം ഉണ്ടാകില്ല. അപ്പോൾ സദ്ഗുരുവിൻ്റെ സംബന്ധത്തിലൂടെ ശ്രേഷ്ഠ മതവും സദാ വരദാനത്തിൻ്റെ പ്രാപ്തിയുമുണ്ട്. വിശേഷത സഹജമാർഗത്തിൻ്റേതാണ്. ഒന്നിൽ 3 ബന്ധവും ഉണ്ടെന്നിരിക്കെ അപ്പോൾ ഒന്നിനെ ഓർമ്മിക്കുന്നത് സഹജമാണ്. 3നെയും പ്രത്യേകം ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. അതിനാൽ നിങ്ങളേവരും ഒരു ബാബ രണ്ടാമതാരുമില്ല എന്ന് പറയും. ഇത് സഹജമാണ്. കാരണം ഒന്നിൽ വിശേഷ സംബന്ധങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ ഭാഗ്യത്തിൻ്റെ നക്ഷത്രം തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബാബയിലൂടെ സർവ പ്രാപ്തികളും ഉണ്ട്. 3ാമത്തെ ഭാഗ്യത്തിൻ്റെ നക്ഷത്രമാണ് സർവപ്രാപ്തികൾ. അപ്രാപ്തമായ ഒരു വസ്തുവും ബ്രാഹ്മണരുടെ ഖജനാവിലില്ല എന്ന മഹിമയുമുണ്ട്. തൻ്റെ ഖജനാവുകളെ ഓർമ്മിക്കൂ. ഇങ്ങനെയുള്ള ഖജനാവ് സർവപ്രാപ്തികളും മറ്റാരിലൂടെയെങ്കിലും ഉണ്ടാവുക സാധ്യമാണോ? ഹൃദയം കൊണ്ട് എൻ്റെ ബാബ എന്ന് പറഞ്ഞു ഖജനാവുകൾ ഹാജരായി. അതിനാൽ ഇത്രയും ശ്രേഷ്ഠ ഭാഗ്യം സദാ സ്മൃതിയിൽ ഉണ്ടായിരിക്കട്ടെ. ഇതിൽ നമ്പർ വൈസാണ്. ഇപ്പോൾ ബാബ്ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഓരോ കുട്ടിയും കോടിയിൽ ചില്ലരാണെന്നിരിക്കെ എല്ലാ കുട്ടികളും നമ്പർ വൈസ് അല്ല, നമ്പർ 1 ആകണം. അപ്പോൾ സ്വയം തന്നോട് ചോദിക്കൂ, നമ്പർ വൈസിലാണോ നമ്പർ 1 ആണോ? എന്താണ്? ടീച്ചേഴ്സ് നമ്പർ 1 ആണോ അതോ നമ്പർ വൈസ് ആണോ? പാണ്ഡവർ നമ്പർ 1 ആണോ നമ്പർ വൈസ് ആണോ? എന്താണ്? നമ്മൾ നമ്പർ 1 ആണ്, സദാ ആയിരിക്കുകയും ചെയ്യും എന്ന് ആര് മനസ്സിലാക്കുന്നുവോ ഇന്ന് നമ്പർ 1 ആയിരിക്കുകയും നാളെ നമ്പർ വയസ്സിലേക്ക് വരികയും ചെയ്യുക എന്നാകരുത്. ആർക്കാണോ ഇത്രയും നിശ്ചയബുദ്ധിയുള്ളത്, അതായത് ഏതുപോലെ ബ്രഹ്മ ബാബ നമ്പർ 1 ആണോ അതേപോലെ നമ്മൾ സദാ ബ്രഹ്മ ബാബയെ ഫോളോ ചെയ്യുന്ന നമ്പർ 1 ആണ്, ആയിരിക്കുകയും ചെയ്യും എന്നുള്ളവർ കൈ ഉയർത്തു. ആണോ? വെറുതെ കൈ ഉയർത്തരുത്, ചിന്തിച്ച് മനസ്സിലാക്കി ഉയർത്തണം. നീട്ടി ഉയർത്തു. പകുതി ഉയർത്തുന്നു, അപ്പോൾ പകുതിയാണ്. കൈ ധാരാളം പേർ ഉയർത്തി. കണ്ടുവോ? ദാദി കണ്ടുവോ? ഇപ്പോൾ ഇവരിൽ നിന്നും അഥവാ നമ്പർ 1 ആയവരിൽ നിന്നും കണക്കെടുക്കണം. ജനക് അഥവാ ദാദി ജാൻകി കണക്കെടുക്കണം. ഡബിൾ ഫോറിനേഴ്സ് കൈ ഉയർത്തു. നമ്പർ 1 ആണോ? കൈ ഉയർത്തി ബാബ് ദാദയുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചു. ആശംസകൾ. ശരി, കൈ ഉയർത്തി. ഇതിൻ്റെ അർത്ഥം താങ്കൾക്ക് സ്വയം തന്നിൽ ധൈര്യമുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ ബാബ് ദാദയും സഹായി തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ബാബ് ദാദ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്പർ 1 ആവുക എന്നത് സന്തോഷത്തിൻ്റെ കാര്യമാണ്. പക്ഷേ എന്താണെന്ന് പറയട്ടെ? അതോ പക്ഷേ എന്നത് ഇല്ലെന്നാണോ? ബാബ്ദാദയുടെ അടുക്കൽ പക്ഷേ എന്നത് ഉണ്ട്, മനസ്സിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു എന്നത് ബാബ്ദാദ കണ്ടു. എന്നാൽ മനസ്സോളം മാത്രമാണുള്ളത്, മുഖത്തും പെരുമാറ്റത്തിലും എമർജല്ല. ഇപ്പോൾ ബാബ്ദാദ നമ്പർ 1ൻ്റെ സ്റ്റേജ് പെരുമാറ്റത്തിലും മുഖത്തിലും കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സമയം അനുസരിച്ച് നമ്പർ 1 എന്ന് പറയുന്നവർ ഓരോ ചലനത്തിലും ദർശനീയ മൂർത്തിയായി കാണപ്പെടണം. താങ്കളുടെ മുഖം പറയണം, ഇവർ ദർശനീയ മൂർത്തിയാണ്. താങ്കളുടെ ജഡചിത്രം അന്തിമ ജന്മം വരെയും അന്തിമ സമയം വരെയും ദർശനീയ മൂർത്തിയായി അനുഭവപ്പെടണം. അപ്പോൾ ചൈതന്യത്തിൽ ഏതുപോലെ ബ്രഹ്മബാബയെ കണ്ടുവോ, സാകാര സ്വരൂപത്തിൽ
ഫരിസ്തയായത് പിന്നീടാണ്. എന്നാൽ സാകാര സ്വരൂപത്തിൽ ആയിരിക്കുമ്പോഴും നിങ്ങൾക്കേവർക്കും എന്താണ് കാണപ്പെടുമായിരുന്നത്? സാധാരണത കാണപ്പെട്ടിരുന്നുവോ? അന്തിമ 84-ാം ജന്മം, പഴയ ജന്മം, 60 വർഷം കഴിഞ്ഞ പ്രായം. എന്നിട്ടും ആദ്യം മുതൽ അവസാനം വരെയും ദർശനീയ മൂർത്തിയായി അനുഭവിച്ചില്ലേ? സാകാര രൂപത്തിൽ അനുഭവിച്ചുവല്ലോ. ഇതേപോലെ ആരാണോ നമ്പർ 1-ൽ കൈ ഉയർത്തിയത് TV-യിൽ എടുത്തുവല്ലോ. ബാബ്ദാദ അവരുടെ ഫയൽ നോക്കും. ബാബ്ദാദയുടെ അടുക്കൽ ഫയൽ ഉണ്ടല്ലോ. അതിനാൽ ഇപ്പോൾ മുതൽ താങ്കളുടെ ഓരോ ചലനത്തിലൂടെയും അനുഭവം ഉണ്ടാകണം. കർമ്മം സാധാരണമായിക്കൊള്ളട്ടെ. ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും, ബിസിനസ് ചെയ്യുകയാണെങ്കിലും, ഡോക്ടറിൻ്റെ ജോലി ചെയ്യുകയാണെങ്കിലും, വക്കാലത്ത് നടത്തുകയാണെങ്കിലും, എന്തു തന്നെ ചെയ്യുകയാണെങ്കിലും, ഏത് സ്ഥാനത്താണോ താങ്കൾ സംബന്ധ സമ്പർക്കത്തിൽ വരുന്നത് അവർക്ക് താങ്കളുടെ പെരുമാറ്റത്തിലൂടെ ഇവർ വേറിട്ടവരും അലൗകികവുമാണ് എന്ന് അനുഭവപ്പെടണം. അതോ ഇങ്ങനെ ലൗകികരുമുണ്ട് എന്ന് സാധാരണമായി മനസ്സിലാക്കുകയാണോ? ജോലിയുടെ വിശേഷത അല്ല, എന്നാൽ പ്രാക്ടിക്കൽ ലൈഫിൻ്റെ വിശേഷത. വളരെ നല്ല ബിസിനസ്മാൻ ഉണ്ട്, വളരെ നന്നായി വക്കാലത്ത് നടത്തുന്നു, വളരെ നല്ല ഡയറക്ടറുണ്ട്. ഇത് ധാരാളമുണ്ട്. ഒരു ബുക്കുണ്ട്, അതിൽ വിശേഷ ആത്മാക്കളുടെ പേരുണ്ട്. എത്ര പേരുടെ പേരുകൾ വരുന്നു? ധാരാളമുണ്ട്. ഇന്നയാൾ ഇന്ന വിശിഷ്ടമായത് ചെയ്തു, ഇന്നയാൾ ഈ വിശിഷ്ടമായത് ചെയ്തു, പേര് വന്നുവല്ലോ. അപ്പോൾ ആരെല്ലാമാണോ കൈ ഉയർത്തിയത്? എല്ലാവരും ഉയർത്തേണ്ടതാണ്. എന്നാൽ ആരാണോ ഉയർത്തിയത് ഉയർത്തുക തന്നെ വേണം. അപ്പോൾ താങ്കളുടെ പ്രാക്ടിക്കൽ പെരുമാറ്റത്തിൽ ചേഞ്ച് കാണപ്പെടണം. ഇപ്പോൾ ഈ ഒരു ശബ്ദം പുറപ്പെട്ടിട്ടില്ല. ഇൻഡസ്ട്രിയിൽ ആയാലും എവിടെ ജോലി ചെയ്യുന്നവരായാലും ഓരോരോ ആത്മാവും പറയണം, ഇവർ സാധാരണ കർമ്മം ചെയ്യുമ്പോഴും ദർശനീയ മൂർത്തിയാണ്. ഇങ്ങനെ സാധ്യമാണോ? സാധ്യമാണോ? മുന്നിലുള്ളവർ പറയൂ, സാധ്യമാണോ? ഇപ്പോൾ റിസൾട്ടിൽ കുറവാണ് കേൾക്കപ്പെടുന്നത്. സാധാരണത്വം കൂടുതൽ കാണപ്പെടുന്നു. പിന്നെ എപ്പോഴാണോ ഏതെങ്കിലും വിശേഷ കാര്യം ചെയ്യുന്നത്, വിശേഷ അറ്റൻഷൻ വയ്ക്കുന്നത്, അപ്പോൾ ശരിയായി കാണപ്പെടുന്നു. എന്നാൽ താങ്കൾക്ക് ബാബയോട് സ്നേഹമുണ്ട്. ബാബയോട് സ്നേഹമുണ്ടോ? എത്ര %? ടീച്ചേഴ്സ് കൈ ഉയർത്തു. ധാരാളം ടീച്ചേഴ്സ് വന്നെത്തിയിരിക്കുന്നു. സാധ്യമാണോ? അതോ ചിലപ്പോൾ സാധാരണവും ചിലപ്പോൾ വിശേഷവുമാണോ? ഏത് വാക്കുകളാണോ വരുന്നത്? ഏത് കാര്യം ചെയ്താലും ഭാഷയും അലൗകികമായിരിക്കണം. സാധാരണ ഭാഷ പാടില്ല. ഇപ്പോൾ ബാബ്ദാദയ്ക്ക് എല്ലാ കുട്ടികളിലും ഈ ശ്രേഷ്ഠ ആശയാണ് ഉള്ളത്. പിന്നെ ബാബയുടെ പ്രത്യക്ഷതയുണ്ടാകും. താങ്കളുടെ കർമ്മവും ചലനവും മുഖവും സ്വതവേ തന്നെ സിദ്ധമാക്കും. പ്രഭാഷണത്തിലൂടെ സിദ്ധമാകില്ല. പ്രഭാഷണം ഒരു അമ്പെയ്യലാണ്. എന്നാൽ ഇവരെ ഇങ്ങനെ ആക്കുന്നവൻ ആരാണ് എന്ന പ്രത്യക്ഷതയുണ്ടാകും. സ്വയം അന്വേഷിക്കും, സ്വയം ചോദിക്കും, താങ്കളെ ആക്കി മാറ്റുന്നവൻ ആരാണ്? രചന രചയിതാവിനെ പ്രത്യക്ഷമാക്കുന്നു. അപ്പോൾ ഈ വർഷം എന്തു ചെയ്യും? ദാദി പറഞ്ഞു, ഗ്രാമങ്ങളുടെ സേവനം ചെയ്യണം. ഇത് ചെയ്തുകൊള്ളൂ. എന്നാൽ ബാബ്ദാദ ഇപ്പോൾ ഈ പരിവർത്തനം കാണാൻ ആഗ്രഹിക്കുന്നു. ഒരു വർഷത്തിൽ സംഭവ്യമാണോ? ഒരു വർഷത്തിൽ? രണ്ടാമത്തെ തവണ സീസൺ ആരംഭിക്കുമ്പോൾ കോൺട്രാസ്റ്റ് കാണപ്പെടണം. എല്ലാ സെൻറ്റേഴ്സിൽ നിന്നും ശബ്ദം വരണം. മഹാപരിവർത്തനം. പിന്നെ പരിവർത്തനം പരിവർത്തനം എന്ന ഗീതം പാടും. സാധാരണ വാക്കുകൾ ഇപ്പോൾ താങ്കളുടെ ഭാഗ്യത്തിന് മുന്നിൽ നല്ലതായി തോന്നുന്നില്ല. ഞാൻ എന്നതാണ് കാരണം. ഈ ഞാൻ എൻ്റേത്, ഞാൻ എന്ത് ചിന്തിച്ചുവോ, ഞാൻ എന്ത് പറഞ്ഞുവോ, ഞാൻ എന്ത് ചെയ്യുന്നുവോ അതാണ് ശരി. ഈ ഞാനെന്ന ഭാവം കാരണം
അഭിമാനവും വരുന്നു, ക്രോധവും വരുന്നു. രണ്ടും അതിൻ്റെ ജോലി ചെയ്യുന്നു. ബാബയുടെ പ്രസാദമാണ്. ഞാൻ എന്നത് എവിടെ നിന്നും വന്നു? പ്രസാദത്തെ ആർക്കെങ്കിലും ഞാനെന്ന ഭാവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? അഥവാ ബുദ്ധിയും ഉണ്ടെന്നിരിക്കട്ടെ, ഏതെങ്കിലും കലയും ഉണ്ടെന്നിരിക്കട്ടെ, ഏതെങ്കിലും വിശേഷതയും ഉണ്ടെന്നിരിക്കട്ടെ, ബാബ്ദാദ വിശേഷതയ്ക്ക്, ബുദ്ധിക്ക് കൃതജ്ഞത നൽകുന്നു. എന്നാൽ ഞാൻ എന്നത് കൊണ്ടുവരരുത്. ഈ ഞാൻ എന്ന ഭാവം സമാപ്തമാക്കൂ. ഇത് സൂക്ഷ്മമായ ഞാൻ എന്ന ഭാവമാണ്. അലൗകിക ജീവിതത്തിൽ ഈ ഞാനെന്ന ഭാവം ദർശനീയ മൂർത്തിയാകാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ദാദിമാർ എന്ത് മനസ്സിലാക്കുന്നു? പരിവർത്തനം സാധ്യമാണോ? 3 പാണ്ഡവർ പറയൂ. നിർവൈർ ഭായി, രമേഷ് ഭായി, ബ്രിജ്മോഹൻ ഭായി. വിശേഷിച്ച് 3 പേരാണല്ലോ. 3 പേർ പറയൂ, സാധ്യമാണോ? 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 ശരി. ഇപ്പോൾ ഇതിൻ്റെ കമാൻഡർ ആകണം. മറ്റ് കാര്യങ്ങളിൽ കമാൻഡർ ആകേണ്ടതില്ല. പരിവർത്തനത്തിൽ കമാൻഡർ ആകണം. മധുബനിലുള്ളവർ ആകുമോ? ആകുമോ? മധുബനിലുള്ളവർ കൈ ഉയർത്തു. ശരി, ആകുമോ? ബോംബെയിലുള്ളവർ കൈ ഉയർത്തു. യോഗിനിയും ഇരിക്കുകയാണ്. പാർലയിലെ യോഗിനി ബയൻ. ബോംബെയിലുള്ളവർ ആകുമോ? അഥവാ ആകുമെങ്കിൽ കൈവീശു. ശരി, ഡൽഹിയിലുള്ളവർ കൈ ഉയർത്തു. എങ്കിൽ ഡൽഹിയിലുള്ളവർ ചെയ്യുമോ? ടീച്ചേഴ്സ് പറയൂ. നോക്കണം. ഓരോ മാസവും ബാബ്ദാദ റിപ്പോർട്ട് എടുക്കും. ധൈര്യമുണ്ടല്ലോ? ആശംസകൾ. ശരി, ഇൻഡോറിലുള്ളവർ കൈ ഉയർത്തു. ഇൻഡോറിലെ ടീച്ചേഴ്സ് കൈ ഉയർത്തു. ടീച്ചേഴ്സ് ചെയ്യുമോ? ഇൻഡോർ ചെയ്യുമോ? കൈവീശു. മുഴുവൻ പേരും കൈവീശിയില്ല. ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുമോ? ദാദിമാർ നോക്കണം. ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്ത് കൈ ഉയർത്തു. ഗുജറാത്ത് ചെയ്യുമോ? കൈ കുലുക്കുന്നത് സഹജമാണ്. ഇപ്പോൾ മനസ്സിനെ കുലുക്കണം. ഇത്രയും ദുഃഖം കണ്ടിട്ടും എന്തുകൊണ്ട് താങ്കൾക്ക് ദയ വരുന്നില്ല? ഇപ്പോൾ പരിവർത്തനം ഉണ്ടാവുകയാണെങ്കിൽ നല്ലതല്ലേ? ഇപ്പോൾ പ്രത്യക്ഷതയുടെ പ്ലാനാണ് പ്രാക്ടിക്കൽ ജീവിതം. ബാക്കി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇത് ബിസിയായിരിക്കുന്നതിന് വേണ്ടി വളരെ നല്ലതാണ്. എന്നാൽ പ്രത്യക്ഷത ഉണ്ടാകുന്നത് താങ്കളുടെ ചലനത്തിലൂടെയും മുഖത്തിലൂടെയുമാണ്. മറ്റേതെങ്കിലും സോൺ ബാക്കിയുണ്ടോ? യു പിയിലുള്ളവർ കൈ ഉയർത്തു. യു പി കുറച്ചേ ഉള്ളൂ. ശരി, യു പി ചെയ്യുമോ? മഹാരാഷ്ട്രയിലുള്ളവർ കൈ ഉയർത്തു. നീട്ടി ഉയർത്തു. ശരി, മഹാരാഷ്ട്ര ചെയ്യുമോ? ആശംസകൾ. രാജസ്ഥാൻ ഉയർത്തു. ടീച്ചേഴ്സ് കൈവീശു. കർണാടകം കൈ ഉയർത്തു. ശരി, കർണാടക ചെയ്യുമോ? ആന്ധ്രാപ്രദേശ് കൈ ഉയർത്തു. ശരി, ഈ ചിറ്റ് ചാറ്റ് ചെയ്തു. ഡബിൾ വിദേശികൾ കൈ ഉയർത്തു. ജയന്തി എവിടെ? ഡബിൾ വിദേശികൾ ചെയ്യുമോ? ഇപ്പോൾ നോക്കൂ, സഭയുടെ മധ്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും വളരെ നല്ല ധൈര്യം കാണിച്ചു. ഇതിനു വേണ്ടി കോടി കോടി മടങ്ങ് ആശംസകൾ. പുറത്തും കേട്ടുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ദേശത്തും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരും കൈ ഉയർത്തുകയാണ്. അല്ലെങ്കിൽ തന്നെ നോക്കൂ, ആരാണോ ശ്രേഷ്ഠ ആത്മാക്കൾ, അവരുടെ ഓരോ വചനത്തെയും സത്യവചനം എന്ന് പറയുന്നു. സത്യവചൻ മഹാരാജൻ എന്ന് പറയുന്നുവല്ലോ. താങ്കളാണെങ്കിൽ മഹാരാജാവാണല്ലോ. നിങ്ങൾ ഏവരുടെയും ഓരോ വാക്കും ആരെല്ലാം കേട്ടുവോ അവർ ഹൃദയത്തിൽ ഇത് അനുഭവിക്കണം. സത്യവചനമാണ്. താങ്കളുടെ മനസ്സിൽ വളരെയധികം കാര്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ബാബ്ദാദയുടെ അടുക്കൽ മനസ്സിനെ കാണുന്നതിനുള്ള ടി വി ഉണ്ട്. ഇവിടെ ഈ ടി വി ആണെങ്കിൽ പുറമേയുള്ള മുഖമാണല്ലോ കാണിക്കുന്നത്. എന്നാൽ ബാബ്ദാദയുടെ അടുക്കൽ ഓരോരുത്തരുടെയും ഓരോ സമയത്തെയും മനസ്സിൻ്റെ ഗതിയുടെ യന്ത്രം ഉണ്ട്. അപ്പോൾ മനസ്സിൽ വളരെയധികം കാര്യങ്ങൾ കാണപ്പെടുന്നു. മനസ്സിൻ്റെ ടി വി നോക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു.
ധാരാളം ഖജനാവുകളുണ്ട്, ധാരാളം ശക്തികളുണ്ട്. എന്നാൽ കർമ്മത്തിൽ യഥാശക്തിയായി പോകുന്നു. ഇപ്പോൾ കർമ്മത്തിലേക്ക് കൊണ്ടുവരൂ, വാണിയിലേക്ക് കൊണ്ടുവരൂ, മുഖത്തിലേക്ക് കൊണ്ടുവരൂ, പെരുമാറ്റത്തിൽ കൊണ്ടുവരൂ. അപ്പോൾ എല്ലാവരും പറയും, താങ്കളുടെ ഒരു ഗീതമുണ്ടല്ലോ, ശക്തികൾ വന്നു കഴിഞ്ഞു. എല്ലാവരും ശിവന്റെ ശക്തികളാണ്. പാണ്ഡവരും ശക്തികളാണ്. പിന്നെ ശക്തികൾ ശിവ് ബാബയെ പ്രത്യക്ഷമാക്കും. ഇപ്പോൾ ചെറിയ ചെറിയ കളി വിനോദങ്ങൾ നിർത്തൂ. ഇപ്പോൾ വാനപ്രസ്ഥ സ്ഥിതിയെ എമർജ് ചെയ്യൂ. ബാബ്ദാദ എല്ലാ കുട്ടികളെയും ഈ സമയത്ത് ബാബ്ദാദയുടെ ആശകളെ പൂർത്തീകരിക്കുന്ന ആശകളുടെ നക്ഷത്രങ്ങളെയും നോക്കുകയാണ്. ഏതൊരു കാര്യം വന്നാലും ഈ സ്ലോഗൻ ഓർമ്മ വയ്ക്കണം: പരിവർത്തനം, പരിവർത്തനം, പരിവർത്തനം. അപ്പോൾ ഇന്ന് ബാബ്ദാദയുടെ വാക്കുകളുടെ ഒരു വാക്ക് മറക്കരുത്. അത് ഏതാണ്? പരിവർത്തനം. എനിക്ക് മാറണം. മറ്റുള്ളവരെ മാറ്റിക്കൊണ്ടല്ല മാറേണ്ടത്. എനിക്ക് മാറി മറ്റുള്ളവരെ മാറ്റണം. മറ്റുള്ളവർ മാറിയാൽ ഞാൻ മാറും എന്നത് പാടില്ല. എനിക്ക് നിമിത്തമാകണം. എനിക്ക് ഹേ അർജുനൻ ആകണം. ആദ്യം മുൻകൈ എടുക്കണം എന്നർത്ഥം. അപ്പോൾ ബ്രഹ്മ ബാബയ്ക്ക് സമാനം നമ്പർ 1 നേടും. പിന്നിലുള്ളവർ കൈ ഉയർത്തു. പിന്നിലുള്ളവർക്ക് ബാബ്ദാദ ആദ്യ നമ്പറിൽ സ്നേഹസ്മരണകൾ നൽകുകയാണ്. ശരി, 4 ഭാഗത്തുമുള്ള വളരെ വളരെ വളരെയധികം ഭാഗ്യവാന്മാരായ ആത്മാക്കൾക്ക്, മുഴുവൻ വിശ്വത്തിനു നടുവിൽ കോടിയിൽ ചിലരിലും ചിലരായ വിശേഷ ആത്മാക്കൾക്ക്, സദാ തൻ്റെ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും ബാബ്ദാദയെ പ്രത്യക്ഷമാക്കുന്ന വിശേഷ കുട്ടികൾക്ക്, സദാ സഹയോഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബന്ധനത്തിലിരിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സദാ ബ്രഹ്മ ബാബയ്ക്ക് സമാനം ഓരോ കർമ്മത്തിലും അലൗകിക കർമ്മം ചെയ്യുന്ന അലൗകിക ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വിങ്സിൻ്റെ സേവനങ്ങളെ പ്രതി ബാബ്ദാദയുടെ പ്രേരണകൾ. വിങ്സിൻ്റെ സേവനത്തിൽ നല്ല റിസൾട്ട് കാണപ്പെടുന്നു. കാരണം ഓരോ വിങ്ങും പ്രയത്നിക്കുന്നു, സമ്പർക്കങ്ങൾ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ബാബ്ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്: ഇതുപോലെ മെഡിക്കൽ വിങ് മെഡിറ്റേഷനിലൂടെ ഹാർട്ടിൻ്റേത് പ്രാക്ടിക്കലി ചെയ്തു കാണിച്ചു. മെഡിറ്റേഷനിലൂടെ ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരിയാവുക സാധ്യമാണ് എന്ന് പ്രൂഫ് നൽകി, തെളിവ് നൽകി. പ്രൂഫ് നൽകിയല്ലോ, താങ്കൾ ഏവരും കേട്ടുവല്ലോ. ഇതേപോലെ ലോകത്തുള്ളവർ പ്രത്യക്ഷ തെളിവ് ആഗ്രഹിക്കുന്നു. ഇതേ പ്രകാരത്തിൽ ഏതെല്ലാം വിങ് വന്നിരിക്കുന്നോ പ്രോഗ്രാം ചെയ്യുക തന്നെ വേണം, ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്ലാൻ ഉണ്ടാക്കൂ. അതിലൂടെ പ്രാക്ടിക്കൽ റിസൾട്ട് എല്ലാവരുടെയും മുന്നിൽ വരണം. എല്ലാ വിങ്ങിനു വേണ്ടിയും ബാബ്ദാദ പറയുകയാണ്, ഇത് ഗവൺമെൻറ് വരെയും എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. മെഡിറ്റേഷനിലൂടെയും സാധ്യമാണ് എന്ന് പലയിടങ്ങളിലും ശബ്ദം വ്യാപിച്ചു. ശരി, ഇപ്പോൾ ഇതിനെ കൂടുതൽ വ്യാപിപ്പിക്കണം. ഇപ്പോൾ പ്രാക്ടിക്കലിൽ തെളിവ് നൽകൂ. മെഡിറ്റേഷനിലൂടെ എല്ലാം സാധ്യമാണ് എന്ന കാര്യം വ്യാപിക്കട്ടെ. സർവരുടെയും അറ്റൻഷൻ മെഡിറ്റേഷൻ്റെ ഭാഗത്ത് ഉണ്ടാകട്ടെ. ആധ്യാത്മികതയുടെ നേർക്ക് ഉണ്ടാകട്ടെ. മനസ്സിലായോ? ശരി. വരദാനം: സൈലൻസിൻ്റെ ശക്തിയിലൂടെ വിശ്വത്തിൽ പ്രത്യക്ഷതയുടെ പെരുമ്പറ മുഴക്കുന്ന ശാന്തസ്വരൂപമായി ഭവിക്കട്ടെ. സയൻസിൻ്റെ മേൽ സൈലൻസിൻ്റെ ജയം എന്നാണ് പാടപ്പെട്ടിട്ടുള്ളത്, വാണിയുടേത് എന്നല്ല. എത്രത്തോളം സമയവും സമ്പൂർണതയും സമീപം വന്നുകൊണ്ടിരിക്കുമോ അത്രയും ഓട്ടോമാറ്റിക്കായി അധികം ശബ്ദത്തിൽ വരുന്നതിനോട് വൈരാഗ്യം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ആഗ്രഹിച്ചാൽ പോലും ശീലം ശബ്ദത്തിലേക്ക് കൊണ്ടുവരുന്നു.
അതേപോലെ ആഗ്രഹിച്ചാൽ പോലും ശബ്ദത്തിന് ഉപരിയായി മാറും. പ്രോഗ്രാം ഉണ്ടാക്കി ശബ്ദത്തിൽ വരും. എപ്പോഴാണോ ഈ ചേഞ്ച് കാണപ്പെടുന്നത്, അപ്പോൾ മനസ്സിലാക്കൂ, ഇപ്പോൾ വിജയത്തിൻ്റെ പെരുമ്പറ മുഴങ്ങുവാൻ പോകുന്നു. ഇതിനുവേണ്ടി എത്ര സമയം ലഭിച്ചാലും ശാന്ത സ്വരൂപസ്ഥിതിയിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസി ആകൂ. സ്ലോഗൻ: സീറോ ആയ ബാബയോടൊപ്പം ഇരിക്കുന്നവർ തന്നെയാണ് ഹീറോ പാർട്ടധാരി. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. വർത്തമാന സമയത്ത് വിശ്വമംഗളം ചെയ്യുന്നതിൻ്റെ സഹജ ഉപാധിയായ തൻ്റെ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഏകാഗ്രതയിലൂടെ സർവ ആത്മാക്കളുടെയും അലയുന്ന ബുദ്ധിയെ ഏകാഗ്രമാക്കണം. മുഴുവൻ വിശ്വത്തിലെ സർവ ആത്മാക്കളും വിശേഷിച്ച് ഈ ഒരു ആഗ്രഹം വയ്ക്കുന്നു: അലയുന്ന ബുദ്ധി ഏകാഗ്രമായെങ്കിൽ, അഥവാ മനസ്സ് ചഞ്ചലതയിൽ നിന്നും ഏകാഗ്രമായെങ്കിൽ, വിശ്വത്തിൻ്റെ ഈ ആവശ്യം അഥവാ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് ഏകാഗ്രമായി മനസ്സ ശക്തികളുടെ ദാനം നൽകുമ്പോഴാണ്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ ആത്മാവാണ് എന്ന സങ്കല്പത്തിൽ ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ഈ ഉയർന്ന സ്ഥിതി എന്നെ ഉപരാമമാക്കുന്നു. ഈ ദേഹത്തിലിരിക്കെ ഉപരാമ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹവും ദേഹിയും രണ്ടാണെന്ന വ്യക്തമായ അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ വേറിട്ടതും പ്രിയപ്പെട്ടതുമായ സ്ഥിതിയുടെ അനുഭവം എന്നെ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്നും ഉപരാമമാക്കുന്നു. സുഖവും ശാന്തിയുമാകുന്ന സ്വധർമ്മത്തിൽ എന്നെ സഹജമായി സ്ഥിതി ചെയ്യിക്കുന്നു. ഈ വേറിട്ട സ്ഥിതിയിലൂടെ എനിക്ക് സഹജമായി ഒരു സെക്കൻഡിൽ ബിന്ദു രൂപമായി മാറാൻ സാധിക്കുന്നു. ബിന്ദു രൂപമായ ഞാൻ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ സഹജമായി സ്ഥിതി ചെയ്യുന്നു. ഈ ബിന്ദു രൂപസ്ഥിതി എന്നിൽ സഹജമായി ബിന്ദു രൂപനായ ബാബയുടെ സ്മൃതി വരുത്തുകയാണ്. അതിവേറിട്ടതും പ്രിയപ്പെട്ടതുമായ ബിന്ദു രൂപമായ ബാബയുടെ സന്താനമാണ് ഞാൻ എന്ന നിശ്ചയപൂർണ്ണ സ്മൃതി എന്നിൽ ബാബയിലേക്ക് ഒരു അലൗകിക ആകർഷണവും നിസ്സീമമായ സ്നേഹവും വരുത്തുന്നു.
ഈ ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനുമായ ബാബയുടെ സമീപത്ത് ഈ ഒന്നിൻ്റെ മാത്രം ഓർമ്മയിൽ മഗ്നമായി ഇരിക്കുമ്പോൾ ഗഹനമായ ശാന്തിയുടെ ആത്മശാന്തിയുടെ അനുഭവം എനിക്ക് പ്രാപ്തമാവുകയാണ്. സിന്ധുരൂപനായ ബാബയുടെ ഓർമ്മ എന്നിൽ ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നു. ശാന്തിധാമത്തിൽ ശാന്തിയുടെ സാഗരനായ ബാബയുമായി കമ്പൈൻഡ് സ്വരൂപമായിരുന്ന ഞാൻ ഇപ്പോൾ വിശ്വത്തിലേക്കും ഈ അനുപമമായ ശാന്തിയുടെ പ്രകാശവീചികൾ വ്യാപിപ്പിക്കുകയാണ്.